അയ്യോ അയ്യോ എന്താണ് എന്ത് പറ്റി? നിങ്ങളുടെ അച്ഛൻ ചെയ്ത പരിപാടി കണ്ടോ? എന്നോടാ കളി. അവള് കലം വെച്ചറിഞ്ഞു. ഞാൻ ഒഴിഞ്ഞു മാറി നന്നായി. ഇല്ലായിരുന്നു കാണാറുന്ന്. എന്നോടാ കളി. അയ്യോ അപ്പൊ എനിക്കിട്ടത് കൊണ്ടോ? തലവേദന എടുക്കണ്. അയ്യാ അച്ഛാ ഓടരുത്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. ആരോടും? അയ്യോ എന്നെ കൊല്ലാമല്ലേ, അവിടെ നിൽക്കാൻ. അയ്യോ അങ്ങേരുടെ വായൽ എന്തെങ്കിലും തുണി എടുത്ത് തെരികേട്ടാ അങ്ങോട്ട്. അച്ഛനക്കായി സൗണ്ട് ഉണ്ടല്ലോ നിനക്ക്. നീ ഒരു കാര്യം ചെയ്യും, തുണി എടുത്ത് കുത്തി കേട്ടടി. അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഞാൻ വരത്തില്ല. എന്നാ പിന്നെ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്നാ വിഷയാവും. അവൻ പ്രശ്നം ഉണ്ടാക്കും, നിന്റെ കാല് വെട്ടും. ഒരു കല്ലിഞ്ഞെറി. അയ്യോ ദാസ എന്നെ കല്ലിനെറിഞ്ഞു കൊല്ലാൻ പോണേ. അയ്യോ അയ്യോ എന്നെ കല്ലിനെറിഞ്ഞു കൊല്ലൂന്ന്. ഈ അച്ഛനെ തന്നെയല്ലേ? എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തനി മണ്ണ് വീണ കാലിയാൻ പറ്റും. എന്നാത്തിനാ ഞങ്ങളുടെ പാവം പിടിച്ച അച്ഛനെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? അതിന് മാത്രം അച്ഛൻ എന്നാ തെറ്റാ ചെയ്തേ? അച്ഛൻ എന്ത് ചെയ്തെന്നാ? ഞാൻ നടക്കുന്ന വഴിയിൽ ഈ പന്ന കിളവൻ കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ തെന്നി വീണ എന്റെ നടു പൊടിഞ്ഞെന്ന്. ആ വീണ കൂട്ടത്തിൽ ഇവിടെങ്ങാനും ചത്തു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറൊരു സുന്ദരി പെണ്ണിനെ വീട്ടിൽ കെട്ടണ്ടേ? അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? നിങ്ങളൊന്ന് അകത്തേക്ക് വന്ന് കൊല്ലും ഞാനിന്ന് നിങ്ങളെ. അച്ഛൻ പോണണ്ട. അയ്യോ അച്ഛൻ ചത്തേ. ഇനി എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വാരിയിട്ടാ നിന്റെ മുട്ടിലെ ചിരട്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. നിന്റെ അടുത്ത് പണ്ട് തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വേലിക്ക് ഇപ്പുറത്തോട്ട് നിന്റെ കൈ പോലും വരരുത് കേട്ടോ. ഇത് കുഴപ്പമില്ലല്ലേ? ഇപ്പൊ നീ കാണിച്ചത് തറവാട് തലടി. അപ്പൊ നിനക്ക് എന്റെ പണിക്ക് കഴിഞ്ഞുണ്ടാ? അങ്ങനെ എന്റെ ഭാര്യയുടെ വെച്ച് എന്നെ നീ തല്ലിയോ? എന്റെ ചേട്ടനെ തല്ലിയോ? എന്നാ നിന്റെ ഭാര്യക്കിട്ട് ഞാനും കൊടുക്കും. എന്റെ കെട്ടിയവന്റെ മുമ്പിൽ വെച്ച് എന്നെ തല്ലോ, ഞാനും തല്ലും. ഒന്നാനാ അമ്പടുത്ത് രാമനയണ നേരമതയും രാവണന്റെ നെഞ്ചിലിടിത്തീയ അല്ലാതെ മുഖമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്നെല്ലാം പുകിലു വന്നെന്റെ കൈലാസനാഥ. കാത്തരുളൂ ശ്രീരാമ, പരമരുളൂ ശ്രീരാമ, ഇനിയും വൈകരുതേ നീ. കാത്തരുളൂ ശ്രീരാമ, പരമരുളൂ ശ്രീരാമ, ഇനിയും വൈകരുതേ നീ. കാത്തരുളൂ ശ്രീരാമ, പരമരുളൂ ശ്രീരാമ. സൂപ്പർ, അടിപൊളി, അടിപൊളിയായിട്ടുണ്ട്. ഈ പരിപാടി എത്ര രൂപ കൊടുക്കാൻ പറ്റും? പരിപാടി അമ്പലത്തിലെ ഉത്സവത്തിന് ഈ പരിപാടി, ഈ കൈകൊട്ടി കളി എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് കൈകൊട്ടി കളിയല്ല, കൈ വിട്ടുള്ള കളിയാ. വിട്ട കളി. ഏജന്റ് ആണോ? ഏജന്റ് അല്ല, ഞാൻ മെമ്പർ ജോമി. ആ നീ എന്നാണ് വർത്താനം വരുമ്പോ കിടന്ന് കറങ്ങണത്? ഞാൻ കറങ്ങണില്ലല്ലോ. അയ്യോ എല്ലാരും കറങ്ങുന്നുണ്ടല്ലോ. എന്റെ തലകറങ്ങുവാണെന്ന്. തലകറങ്ങി കിടക്കുകയാണ്. ഇപ്പം ഇതെന്താ സംഭവിച്ചത്? ഇവിടെ കരുന്നോ. അയ്യോ അതെ, അയ്യോ ഇവിടെ ഇരുന്നോ. അയ്യോ അയ്യോ എന്താ പറ്റിയെന്താ സംഭവം? എന്താ ഇവിടെ എന്താ പറ്റിയെന്ന്? ഹലോ ഹലോ. അയ്യോ അപ്പൊ ഇത് പോയി. അതെ, ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം, എന്താ ഇവിടെ സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ആമ്പിള്ളേരുണ്ടായി പോയി. അതാണ് പ്രശ്നം. നല്ലതല്ലേ 2 ആമ്പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാ? അതെ, ഇവന്മാർ ഒറ്റപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാതെ താമസിച്ചോട്ടെ എന്ന് കരുതി 2 വീടുണ്ടാക്കി ഞാൻ കൊടുത്തു. അത് നല്ലതാ, നല്ല കാര്യമാ. അത് കഴിഞ്ഞപ്പോ ഇവ ഒന്ന് പെണ്ണ് കെട്ടി. അവളെ ലക്ഷ്മി, മഹാലക്ഷ്മി. ഇവള് വന്ന് വലതുകാലെടുത്ത് വെച്ചില്ല, പയറുമണി പോലെ ഓടിക്കൊടുന്ന എന്റെ പെണ്ണുമുള്ള പിന്നെ തീർന്നു, ആള് തീർന്നു. നിനക്കറിയാവോ, ഈ വീടിന്റെ പുറകിലേ ഒരു തെങ്ങുണ്ടായിരുന്നു. ആണ്ടിൽ ഒരു 6000 രൂപ തേങ്ങ കിട്ടുന്ന ഒരു തെങ്ങ്. ഓ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആ തേങ്ങ വിറ്റിട്ട് ഞാൻ ടൂറ് പോവായിരുന്നു. അറിയാവോ, ദവള് വന്ന് വലതുകാല് വെച്ച് കേറിയില്ല, ആ തെങ്ങ് പെടന്ന് കക്കൂസിന്റെ മുകളിലേക്ക് വീണ് എന്റെ ടൂറ് പോക്ക് നിന്നു. എന്തേ? ടൂറ് പോയല്ലേ? എന്റെ പറമ്പിന്ന്, എന്റെ പറമ്പിൽ കാര്യം ഇറങ്ങാ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും ബാത്റൂമിൽ പോകണം. ഈ കിണറിനകത്ത് നമുക്ക് 2 പേർക്ക് അവകാശമുണ്ട്. നീ ചുമ്മാ ഇരുന്നേ. നിനക്ക് ബാത്റൂമിൽ പോണോ? ശരിയാക്കി തരാം. ഒരു അത്യാവശ്യ കാര്യത്തിന് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ സമയത്ത് നീ എന്തിനാ അതിനകത്ത് കയറിയിരിക്കുന്നത്? 2000 പേർക്ക് സത്യം ഉണ്ടാക്കുവാടാ. പണിയൊന്നുമാണല്ലേ? അതെ, ഇതെന്താ സംഭവം? ഇതേ അവന്റെ പറമ്പിലാണ് കക്കൂസ്, ഇവന്റെ പറമ്പിൽ കിണറും. അതാ ഏറ്റവും വലിയ പ്രശ്നം. എന്തൊരു കഷ്ടം നോക്കി. ദാസാ, അങ്ങനെ വഴിക്ക് മാപ്പ് പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും അല്ലടാ? ഓടാവിടെ ഞാനല്ല പട്ടയെ വിളിച്ചതാ. ദാസാ
അവിടെ ബാക്കി ചോറിട്ടുണ്ട് പോയി തിന്നടാ. പട്ടണം പേര് മാറ്റിയിടാം. ഏ? പട്ടണം പേര് മാറ്റിയിടാം. ഇയാളെ കാര്യം നോക്കണേ പോലെ. ഇതെന്താ സംഭവം? അതെ ചേട്ടന്റെ പേരാണ് ഇവന്റെ പട്ടിക്ക് ഇട്ടേക്കണേ. ഓ സ്നേഹം, സ്നേഹം സ്നേഹം സ്നേഹത്തിനോടുള്ള സ്നേഹം. ഭയങ്കര സ്നേഹ. എടാ വിജയ ഏ? അതിന് നിന്നെ ആര് വിളിച്ചു? ഞാൻ എന്റെ കോഴിനെ വിളിച്ചതാ. ആര്യാളിക്കാൻ പറയാണ്. ഓരോ പേര് മാറ്റിട്ടോ പറയാ. എനിക്ക് സൗകര്യമുള്ള പേര് എന്റെ കോഴിക്ക് ഞാൻ ഇടും. മെമ്പറായിട്ട് പറയണം. അവിടെ പട്ടിക്ക് പേരിട്ടു, ഇവിടെ കോഴിക്ക് പേരിട്ടു. സമാസമം. സമാസമം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ. ഇവിടെ കുറച്ച് ആൾ മുമ്പ് വരുമ്പോ ഒരു വലിയ പട്ടി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോ എന്തൊരു കുറയായിരുന്നത്. ആണോന്നാ? ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് മേടിച്ച പട്ടിയാ. മതിയായ പട്ടി. ആരൊക്കെ ഉണ്ടാലും കുറച്ച് ഇവിടുന്ന് കുറച്ച 1 കിലോമീറ്റർ അപ്പുറം പോകും. അതെന്തിയാ പട്ടി? അതിവിടെ ഗേറ്റ് പണിതപ്പോ കുറെ ഗ്രീസ് കൊണ്ട് വെച്ചായിരുന്നു. ആ. അതാ പട്ടിയെടുത്ത് അങ്ങ് തിന്ന്. അതിൽ പിന്നെ ആരെ കണ്ടാലും ആഞ്ഞൊന്ന് കുറച്ചാ അറിയാതെ ബാക്കി അങ്ങ് പോവുക. ഓ, നാണം കെട്ടിട്ട് ഈ കിണറിന്റെ ബാക്കി പോയി കിടക്കുക. അപകർഷാബോധം ഇങ്ങനെ കിടപ്പുണ്ട്. മെമ്പർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ? അല്ല ഞാൻ വന്നെന്താന്ന് വെച്ചാലേ, ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പരാജയപ്പെട്ടില്ല. 3 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടത്. ആ 3 വോട്ട് ആരാണ് എനിക്ക് ചെയ്യാതിരുന്നത് എന്നറിയാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞോ? കഴിഞ്ഞോ ഇലക്ഷൻ? ഇലക്ഷൻ കഴിഞ്ഞോന്നോ? അപ്പൊ ഒരു വോട്ട് എവിടെ കൂടിയാ പോയെന്ന് എനിക്ക് മനസ്സിലായി. ഈ അച്ഛന് വല്ല ബോധം ഉണ്ടോന്ന്? ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞോന്നൊക്കെ ഇലക്ഷനൊക്കെ എപ്പോഴാണ് കഴിഞ്ഞില്ല. അച്ഛന് ഒരു ബോധം എന്ന് പറയുന്നില്ല. ചേട്ടൻ വോട്ട് ചെയ്തല്ലോ, കയ്യിൽ പാടൊക്കെ ഉണ്ടല്ലോ, മഷി. അത് വോട്ട് ചെയ്തല്ല, ഇതൊക്കെ ദേഷ്യം കൂടി ഇപ്പൊ കഥകിനടക്കി വെച്ച് അടച്ചതാ. രക്തം ചത്ത് കിടക്കുവാ. വോട്ട് ചെയ്തില്ല. ഇല്ല, ആ വേദന കാരണം ഞാൻ പോയില്ല. അപ്പൊ 2 വോട്ടിന്റെ കാര്യം തീരുമാനമായി. അതെ, ഞാൻ കാളവണ്ടിക്ക് എന്നാ കുത്തിയത്. കാളവണ്ടിക്ക് അതാരുടെ ചിഹ്നം? എടാ എന്റെ ചിഹ്നം സൈക്കിളല്ലേ? ഞാനൊരു കാളവണ്ടി കയറി വന്ന ആളല്ലോ സൈക്കിൾ ചിഹ്നത്തിൽ കുത്തിയത്. അത് കറക്റ്റാ. കാള ഒരു വണ്ടിക്കകത്ത് കയറി വന്ന് കുത്തിയെന്നാ പറഞ്ഞത്. മനസ്സിലായി. എന്റെ പരാജയത്തിന് കാരണം ഈ തോൽവി കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മൂപ്പലേ, ഞാൻ ഇപ്പൊ വന്നെന്തിനാന്നറിയാമോ? എന്താടാ? നാളെ രാവിലെ ഓട്ടോറിക്ഷ ആയിട്ട് വരണം, പെൻഷൻ മേടിക്കാൻ പോണം, മിലിറ്ററി കോട്ട മേടിക്കാൻ പോണം എന്ന് പറഞ്ഞോ? അയ്യോ, രാവിലെ 6 മണിക്ക് വന്നാൽ പെൻഷനും മേടിക്കാൻ എനിക്ക് മിലിറ്ററി കോട്ട കിട്ടും. 4 കോപ്പി അതും മേടിക്കണം. നാളെ പോണം, അത്രേ ഉള്ളൂ. അത് പോണം. അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അപ്പൊ ഞാൻ രാവിലെ 6 മണിക്ക് എത്തിക്കോളാം. നാളെ 1-ാം തീയതിയാണ് പെരിശ. എന്റെ തൊട്ടേശ്വരം മിണ്ടരുത്. എന്റെ അച്ഛൻ ഈ വെയിലത്തിങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അച്ഛനെ കസേര ചേർത്തുണ്ടോ? അച്ഛൻ എന്റെ പറമ്പത്തിൽ തണലുണ്ട്, അവിടെ വന്നിരി. അച്ഛൻ അവിടെ വന്നിരി. അതെ, എന്റെ പറമ്പിലും തണലുണ്ട്. അച്ഛൻ ഇവിടെ വന്നിരുന്ന അച്ഛൻ ഇവിടെ വന്നിരിക്കുന്ന അച്ഛാ നല്ലത്. അച്ഛൻ ഒരുപാട് ക്ഷീണിച്ചു കേട്ടാ. പിന്നെ രാവിലെ പോലുള്ള ഓട്ടോ അല്ല, പിന്നെ ക്ഷീണിക്കാതിരിക്കുവോ? അതൊക്കെ പറയാം. അവന്റെ കാര്യത്തിന് വേണ്ടിയാ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. അച്ഛാ, എന്റെ പൊന്നച്ഛൻ ഭയങ്കരമായിട്ട് കറുത്തു പോയേട്ടോ. പിന്നെ ഞാൻ പണ്ട് ബാൻഡൻ സാഹിബല്ലായിരുന്നോ? അച്ഛൻ കറുത്തെങ്കിൽ എന്ത്? അച്ഛന് ഞാൻ നല്ല പാലിനകത്തങ്ങോട്ട് കുങ്കുമപ്പൂ കലക്കങ്ങോട്ട് തരത്തില്ലയോ? ഞാൻ 8 മാസം ഗർഭിണിയാണോ നീ കുങ്കുമപ്പൂ കൊണ്ട് കഴുകി തരാൻ? അത് കഴിക്കരുത്, വയറിളകും. അച്ഛൻ ഇഷ്ടപ്പെട്ട ജിലേബി ലഡു ഞാൻ മേടിച്ചു. എന്റെ ദൈവമേ, ഷുഗറുള്ള അച്ഛനെ ലഡു ജിലേബി കൊടുത്ത് കൊല്ലാൻ പോകുന്നത്. അച്ഛാ, ഈ കാപ്പി അങ്ങോട്ട് കുടിച്ചേ. അയ്യേ, അതിന് അച്ഛന് കാപ്പി ഇഷ്ടമല്ലല്ലോ. അച്ഛന് ചായ ഇഷ്ടം. ചായ അച്ഛാ, കാപ്പിയല്ലേ അച്ഛന്? ഇതെന്നാ കാപ്പി, ഇത് ചായ ശരിയാക്കി തരാം. ഞാനത് ചാപ്പിയായിട്ടങ്ങ് കുടിക്കാം. അത് കലക്കി. അതിന് വേണ്ടി അച്ഛാ നിൽക്കണ്ട. അച്ഛമ്മ എന്നെ 3 ദിവസം കൂടെ ഉണ്ട് എന്റെ വീട്ടിലെ കോട്ട. അച്ഛമ്മ നിന്റെ ടേൻ കഴിഞ്ഞ് നീ എന്താ ഇങ്ങോട്ട് എന്റെ വീട്ടിലെ ടേൻ? ശരിയാവും. അച്ഛൻ ഇങ്ങോട്ട് വാച്ചാ. ഇങ്ങോട്ട് വാച്ചാ. ഇങ്ങോട്ട് വാച്ചാ. അച്ഛൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാച്ചാ. എങ്ങോട്ട് പോകും? ഇങ്ങനെ ഇട്ട് വലിക്കാൻ ഞാൻ കമലഹാസൻ അല്ലേ. നിങ്ങളുടെ തന്തയാണിത്. ലൂസ് അടിക്കടാ. അയ്യോ, എന്നെ ജ്യൂസ് അടിക്കാൻ കൊണ്ടോണേ. അയ്യോ, ഈ കാരണമാണ് ഇങ്ങനെ വലിച്ചു കീറാൻ പോയാണോ നിങ്ങള്? അതെ അച്ഛാ, ഇവിടെ മൂത്ത മോനും ഉണ്ട്, ഇളയ മോനും ഉണ്ട്. അച്ഛൻ ആരോടാ സ്നേഹം? ആരെ വേണ്ട ഇപ്പൊ? എനിക്ക് 2 പേരും വേണം. അതാണ് സ്നേഹം. കണ്ട, അതെ, നിങ്ങൾക്ക് അച്ഛന്റെ കോട്ടയും പെൻഷനും ഒക്കെ മതിയല്ലോ. പക്ഷെ അച്ഛന്മാരങ്ങനെയല്ല. ഇപ്പൊ കണ്ടില്ലേ അച്ഛന്റെ സ്നേഹം എന്താണെന്ന്? അതുകൊണ്ടല്ല, ഒരുത്തിന്റെ പറമ്പിലല്ല കിണറ്, മറ്റവന്റെ പറമ്പിലല്ല കക്കൂസ്. അതുകൊണ്ട് എനിക്ക് 2 പേരെ സ്നേഹിച്ചേ പറ്റൂ. അയ്യോ എന്താ അയ്യോ, ഈ പെണ്ണുങ്ങള് തന്ന ചാപ്പി കിടന്ന് ഇളകി തുടങ്ങി. എടാ കക്കൂസ് തുറക്കടാ. എടാ, നിങ്ങൾ അതിന്റെ അകത്ത് കാരണം എനിക്കാണ് പോകണ്ടേ?
അങ്ങോട്ട്. ഇറങ്ങ് അങ്ങോട്ട്. വെള്ളം എടുത്തോണ്ട് പോടാ, വെള്ളം എടുത്തോണ്ട് പോടാ. കേറിക്കോ, കേറിക്കോ. എന്ത് വെള്ളം എടുത്തോണ്ട് വാ, 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 വാ. വെള്ളം എടുക്ക്. അയ്യോ തരാം. വേഗം വാ. അയ്യോ ചെല്ല്, 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 ചെല്ല്. അയ്യോ വാതിലടച്ചോ, വാതിലടച്ചോ. വാതിലടച്ചോ. അയ്യോ. അണ്ണാ നമ്മൾ അമ്പലത്തിൽ ഉത്സവം കൊടി കയറി കമ്പം പൊട്ടുന്നത് കേട്ടില്ലേ? ആ